രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ രാധയുടെ പ്രണയം, രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് 168ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, നിങ്ങൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡ് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. അതേ കണക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, ബുധനാഴ്ച ദിവസം ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് ഉടൻ ആരംഭിക്കുന്നതാണ്. വ്യാഴാഴ്ച ദിവസം അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ച ദിവസം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, വെള്ളിയാഴ്ച ദിവസം സൗന്ദര്യലഹരിയുടെ ക്ലാസ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണുക. ചിലർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് പഠിക്കണമെന്ന് നിരവധി പേരാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾ വന്നാൽ മതി. ദൂരെ ഉള്ളവർക്കൊക്കെ താമസ സൗകര്യമുണ്ട്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഇവിടെ വന്ന് താമസിച്ച് പഠിച്ച് നല്ല ഫ്ലുവൻ്റായി പോയിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ 96453339 വിളിച്ചാൽ മതി. അതേ കണക്ക് ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടേതും ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്, കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 96453339. അതിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കാണണം. പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതേ കണക്ക് തന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്. ഭക്തവീരയുടെ കഥ ഞാൻ ഇട്ടിട്ടുണ്ട്. കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിശ്ചയമായിട്ടും എന്ത് ചെയ്യണം, അതൊക്കെ നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് രാധികാ കവചം 2 ഉണ്ട്. രാധികാ കവചം 2 ഉണ്ട്. ആ 2 രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും നമ്മളെ കൃഷ്ണപ്രിയ പാടിയിട്ടു. അതിശക്തമായ രാധാ മാനസതന്ത്രം അൽബ പാടിയിട്ടു. ഇതിൻ്റെ എല്ലാം ലിങ്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ ഉണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ അപ്പോൾ അതേ കണക്ക് നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ 5:30 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവ് പകരുന്ന, പോസിറ്റീവ് എനർജി പകരുന്ന മോർണിംഗ് മെസ്സേജ് കിട്ടും. അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ.
ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം 168ാമത്തെ എപ്പിസോഡ് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പൊന്ന് പറയട്ടെ, കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാനെങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കണേ, അത് കാണാതെ പോകരുത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. പിന്നെ രാധാറാണി അമ്മ എനിക്ക് ദർശനം നൽകിയ വീഡിയോ അധികം താമസിയാതെ തന്നെ ഞാൻ ഇടുന്നതാണ്. ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ സങ്കടം രാധേ രാധേ പാടുമ്പോൾ എനിക്ക് നൃത്തം ചവിട്ടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ കാല് വയ്യ, ഞാൻ പറഞ്ഞില്ലേ, ബാൻഡേജ് കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് നൃത്തം ചവിട്ടാൻ പറ്റുന്നില്ല. മിക്കവാറും ഈ വ്യാഴാഴ്ച ആകുമ്പോൾ അതായിരിക്കും. അതിനുശേഷം വേണം ഒന്ന് നൃത്തം ചവിട്ടി എൻ്റെ രാധാറാണി അമ്മയെ ഒന്ന് സ്തുതിക്കാൻ. രാധേ രാധേ ഓ രാധേ രാധേ നൃത്തം ചവിട്ടി തന്നെയാണ് നമ്മൾ പാടേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. രാധാറാണിയെ വിചാരണ ചെയ്യുകയാണ്. ഇതിന്റെ മുമ്പുള്ള ഭാഗം ദയവ് ചെയ്ത് ആദ്യമായി കാണുന്നവര് ഇതിന്റെ തൊട്ട് മുമ്പുള്ള എപ്പിസോഡുണ്ട്. ആ തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് 167ാമത്തത് അത് പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങളത് കാണണം. മനസ്സിലായില്ലേ? കണ്ടിട്ട് ഇതും കാണുക. രാധാറാണിയെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയപ്പോഴാണ് ഒരുവൻ എറിയാൻ കല്ലെടുത്തത്. രാധാറാണിയുടെ കണ്ണുകൾ കത്തി ജ്വലിച്ചു. രാധാറാണി കോപം കൊണ്ട് നിന്ന് ജ്വലിച്ചു. രാധാറാണിയെ എറിയാനായി കല്ലെടുത്തവന്റെ നേർക്ക് രാധാറാണി ആദ്യത്തെ ചുവട് വെച്ചു, പിന്നീട് അടുത്ത ചുവട് വെച്ചു. ഗ്രാമമുഖ്യനും സഭയും സ്തംഭിച്ചിരിക്കുകയാണ്. വിചാരണ ചെയ്യുന്ന സമയത്ത് വിചാരണ ചെയ്യപ്പെടുന്നയാൾ അവിടെ നിന്ന് അനങ്ങാറില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞു, നമ്മളെ കോടതിയിൽ കൂട്ടിൽ നിർത്തി വിസ്തരിക്കുമ്പോൾ നമ്മൾ ആ കൂട്ടിൽ നിന്നിറങ്ങി ജഡ്ജിയുടെ അടുക്കലേക്ക് നടന്നാൽ എങ്ങനെയിരിക്കും, അതുപോലെ തന്നെയാണിത്. ഗ്രാമമുഖ്യൻ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. രാധാറാണി അവന്റെ നേർക്ക് നടക്കുകയാണ്. നിനക്ക് രാധയെ കല്ലെറിയണമല്ലേ? എറിയണം, എറി. നീ ഈ രാധയെ എറി. ധൈര്യമുണ്ടെങ്കിൽ നീ രാധയെ കല്ലെറിയുക. ധൈര്യമുണ്ടെങ്കിൽ നീ രാധയെ കല്ലെറിയുക. അല്ല, നീ എറിയണം, നീ എറിയണം. എറിഞ്ഞേ പറ്റത്തുള്ളു. ദ്വാരക അധീശന്റെ പെണ്ണാണ് ഞാൻ. ദ്വാരക അധീശന്റെ പെണ്ണാണ് ഞാൻ. നിങ്ങളൊക്കെ ദൈവമായി വാഴ്ത്തുന്ന കൃഷ്ണന്റെ പെണ്ണാണ് ഞാൻ. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? കൃഷ്ണന്റെ പെണ്ണിന്റെ നേർക്ക് കൈയുയർത്താൻ ധൈര്യമുണ്ടോ നിനക്ക്? ധൈര്യമുണ്ടോ നിനക്ക്? വേണ്ട. കൃഷ്ണന്റെ പെണ്ണെന്നതും മാറ്റി നിർത്ത്. രാധ, ഈ രാധ വൃഷഭാനുവിന്റെ മകൾ, കീർത്തിയുടെ മകൾ രാധ. രാധയുടെ നേർക്ക് കല്ലെറിയാൻ ധൈര്യമുണ്ടെങ്കിൽ എറിയണം നീ, എറിയണം നീ. എറിഞ്ഞേ പറ്റൂ. രാധാറാണി നടന്നെടുക്കുകയാണ്. ആ കല്ലെടുത്തവനും അവിടെ കൂടി നിന്നവരും ഒരു കാര്യം കാണുകയാണ്. രാധാറാണിയുടെ ശിരസിന് ചുറ്റും അഗ്നി വലയം, അഗ്നി കൊണ്ട് മൂടിയ ഒരു കവചം കത്തിജ്വലിക്കുകയാണ്, കത്തിജ്വലിക്കുകയാണ്. അതിന്റെ ചൂട് അവന് താങ്ങാൻ പോലും പറ്റുന്നില്ല. അവന് കണ്ണുകൾ കാണാൻ വയ്യാതായി, കണ്ണുകൾ കാണാൻ വയ്യാതായി. അവൻ അമ്മേ എന്ന് വിളിച്ചു ബോധരഹിതനായി തീർന്നു. അവൻ മാത്രമല്ല, അതിന്റെ സമീപത്ത് നിന്ന ജനങ്ങൾ മുഴുവനും ബോധരഹിതരായി മാറി. മറ്റുള്ളവർക്ക് തങ്ങൾ ചുട്ടുകൊള്ളുന്നത് പോലെ തോന്നി. അവൻ ബോധരഹിതനായി വീണ നിമിഷം രാധാറാണി നിന്നു.
നിന്നതിന് ശേഷം രാധാറാണി തിരിഞ്ഞു നടന്നു. സഭ സ്തംഭിച്ചു നിൽക്കുകയാണ്. സഭ സ്തംഭിച്ചു നിൽക്കുകയാണ്. ആർക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. രാധാറാണി നടന്നു. ഗ്രാമമുഖ്യന്റെ അടുക്കലേക്ക് പോയി. ഗ്രാമമുഖ്യന്റെ മുന്നിൽ കത്തി ജ്വലിച്ചു നിൽക്കുകയാണ് രാധാറാണി. കത്തി ജ്വലിച്ചു നിൽക്കുകയാണ്. ആ രൂപവും ഭാവവും കണ്ട് ഗ്രാമമുഖ്യന്മാർ പോലും വരണ്ടുപോയി. സാധാരണ ഒരു വിചാരണ ചെയ്യപ്പെടുന്ന ആൾ നിൽക്കേണ്ട സ്ഥലത്തല്ല രാധാറാണി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അയൻ പറഞ്ഞു, ഇവള് ദുർമന്ത്രവാദിനിയാണ്, ഇവള് ദുർമന്ത്രവാദിനിയാണ്, കണ്ടില്ലേ? രാധാറാണി സൂക്ഷിച്ച് ജ്വലിക്കുന്ന കണ്ണുകളോടെ നോക്കി. ആ നോട്ടം താങ്ങാനുള്ള കഴിവയനില്ലായിരുന്നു. അവൻ അവിടെ തളർന്നിരുന്നു പോയി. ആ സമയത്ത് ഗ്രാമമുഖ്യന്റെ മുന്നിൽ നിന്നുകൊണ്ട് രാധാറാണി പറഞ്ഞു, ഞാൻ രാധാറാണി വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും പുത്രി, കൃഷ്ണനുമായി മനസ്സും ഉടലും എല്ലാം പങ്കിട്ടവൾ. നോക്കൂ, കുട്ടിയായിരുന്നപ്പോഴേ ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. ഒരാളെ മാത്രമേ രാധ സ്നേഹിച്ചിട്ടുള്ളൂ. അന്നും ഇന്നും രാധയുടെ ഹൃദയത്തിൽ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അയാളെ വിവാഹം ചെയ്തിട്ടില്ല. പക്ഷേ വിവാഹം ചെയ്യാത്ത പുരുഷനുമായി ഞാൻ നിരവധി തവണ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഉടലും എൻ്റെ ആത്മാവും അവനുള്ളതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവമെന്ന് വാഴ്ത്തുന്ന ആളുമായി ഈ രാധ മനസ്സും ഉടലും പങ്കിട്ടിട്ടുണ്ട്. ഗ്രാമമുഖ്യ, അതിനകത്ത് സംശയം വേണ്ട. ആ സമയത്ത് രാധയ്ക്ക് കിട്ടുന്ന ആനന്ദം അത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലുതാണെന്നറിയുക. അല്ലെങ്കിൽ തന്നെ ഒരർത്ഥത്തിൽ എൻ്റെ പ്രാർത്ഥന മുഴുവനും അവനാണ്, അവൻ്റെ പ്രാർത്ഥന മുഴുവൻ ഞാനാണ്. അതറിയാത്ത നിങ്ങൾ മൂഢന്മാരാണ്. സ്തംഭിച്ചിരിക്കുകയാണ് സഭ, സ്തംഭിച്ചിരിക്കുകയാണ്. ഗ്രാമമുഖ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജ്വലിക്കുന്ന രാധാറാണി പറയുകയാണ്, മൂഢനാണ്, മൂഢനാണ്, ഞങ്ങളെ കുറിച്ച് അറിയാത്തവർ മൂഢനാണ്. ഞാൻ ഏറ്റു പറയുന്നു, ഈ നിമിഷം നിന്നുകൊണ്ട് തല നിവർത്തി പിടിച്ചുകൊണ്ട് പറയുന്നു, കുട്ടിക്കാലം തൊട്ടേ ഞങ്ങൾ ഒന്നായിട്ടുണ്ട്. ദാ ഇപ്പം ഈ നിമിഷം, വളർന്നു നിൽക്കുന്ന ഈ നിമിഷം അവൻ്റെ അധരങ്ങൾ എൻ്റെ അധരങ്ങളെ തലോടാൻ, അവൻ്റെ അധരങ്ങൾ കൊണ്ട് എൻ്റെ അധരത്തിൽ അമർത്താൻ, അവനെ ആലിംഗനം ചെയ്യാൻ, അവനുമായി ഒന്നാകാൻ ഇപ്പം ഈ നിമിഷം പോലും രാധ കൊതിക്കുന്നു. അവന്റെ പ്രണയത്തിൽ ജ്വലിച്ച അഗ്നിയായി ആളിപ്പടരാൻ ഈ രാധ കൊതിക്കുന്നു. ഹേ ഗ്രാമമുഖ്യന്മാരെ, ഞങ്ങളുടെ ബന്ധത്തിന് തുടക്കമില്ല, ഞങ്ങളുടെ ബന്ധത്തിന് ഒടുക്കവുമില്ലെന്നറിയുക. ഞങ്ങളുടെ ബന്ധം എവിടുന്ന് തുടങ്ങിയെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ബന്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്നും അറിയില്ല. ഒടുക്കവും തുടക്കവുമില്ലാത്ത, തുടക്കവും ഒടുക്കവുമില്ലാത്ത അസാധാരണ ബന്ധമാണ് ഞങ്ങളുടേത്. സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്ത ബന്ധം. ഞാൻ കൃഷ്ണനെ പോലെ ദൈവമല്ല, ഞാൻ ദേവതയുമല്ല. 13ാമത്തെ വയസ്സില് 13 വയസ്സിന് എളുപ്പമുള്ള ഒരു പയ്യനുമായി ശരീരവും മനസ്സവും പങ്കിട്ട സാധാരണ സ്ത്രീയാണ് ഈ രാധ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിനോട് നീതി കാണിച്ചില്ല എന്ന്. തെറ്റ്. ഞാൻ എൻ്റെ ഭർത്താവിനോട് മാത്രമേ നീതി കാണിച്ചിട്ടുള്ളൂ. അന്നും ഇന്നും എൻ്റെ ഭർത്താവിനോട് ഞാൻ നീതി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് തെറ്റ്. അപ്പൊ അയൻ പൊട്ടിത്തെറിച്ചു. അയൻ പറഞ്ഞു, ആര് പറഞ്ഞു നീ നിന്റെ ഭർത്താവിനോട് നീതി കാണിച്ചിട്ടുണ്ടെന്ന്? നിന്റെ ഭർത്താവായ ഞാനാണ് പറയുന്നത്, നീ എന്നോട് നീതി കാണിച്ചിട്ടില്ല. രാധാറാണി പൊട്ടിച്ചിരിച്ചു. അയൻ വിളറിപ്പോയി. ഗ്രാമമുഖ്യൻ
മുഖ്യൻ വിളറിപ്പോയി. രാധാറാണി പറഞ്ഞു, ഇത് നല്ല തമാശ, നീ എൻ്റെ ഭർത്താവാണെന്ന് ആര് പറഞ്ഞു? ഞാൻ എൻ്റെ ഭർത്താവായി അംഗീകരിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവ് കൃഷ്ണൻ മാത്രമാണ്. എൻ്റെ പുരുഷൻ കൃഷ്ണൻ മാത്രമാണ്. ആ കൃഷ്ണന്റെ മുന്നിലായ നീ ഒരു പുരുഷൻ പോലുമല്ല. എൻ്റെ കൃഷ്ണന്റെ മുന്നിൽ നീ ആരാണ്? എൻ്റെ കൃഷ്ണന്റെ പകുതിയുടെ പകുതി വ്യക്തിത്വമെങ്കിലും നിനക്കുണ്ടോ? ഉണ്ടോ? കൃഷ്ണന്റെ പൗരുഷ പ്രകടനം അതിൻ്റെ പകുതിയെങ്കിലും നിനക്കുണ്ടോ? ലജ്ജയില്ലേ പറയാൻ? ലജ്ജയില്ലേ പറയാൻ? ഉത്തമമായ പുരുഷനെയാണ് ഞാൻ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ നിന്നെ ഭർത്താവാക്കണമെങ്കിൽ എൻ്റെ കൃഷ്ണനേക്കാൾ ഒരു ഗുണമെങ്കിലും നിനക്ക് കൂടുതൽ വേണം. കൂടുതൽ പോയിട്ട് അവൻ്റെ ഗുണത്തിൻ്റെ പകുതി പോലും നിനക്കില്ലല്ലോ. എൻ്റെ ഇഷ്ടം നോക്കിയല്ല അയനുമായി വിവാഹം ഉറപ്പിച്ചത് എന്ന് മാത്രവുമല്ല, എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ഒരാളെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ട് ഇതാണ് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. ഞാൻ അതിനെ എതിര് നിന്നപ്പോൾ വൃന്ദാവനത്തിലെ നിയമം ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിർബന്ധിച്ച് അയന്റെ വധുവാക്കി തീർത്തു. അതും പക്വതയില്ലാത്ത കാലഘട്ടത്തിൽ. ഇന്നാണെങ്കിൽ നിങ്ങളിൽ ആർക്കും അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അന്ന് ഞാൻ കുട്ടിയായിരുന്നപ്പോഴാണ് ഈ വിവാഹം നടത്തിയത്. പക്ഷേ ഗ്രാമമുഖ്യന്മാരെ, ഞാൻ ഈ ഭൂമിയിൽ കണ്ണു തുറന്ന് ആദ്യം കണ്ടത് കൃഷ്ണനെയാണ്. അവനെ കാണുന്നതിന് മുമ്പേ ഞാൻ അവനെ മനക്കണ്ണിൽ കണ്ടിരുന്നു. എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണുന്നതിന് മുമ്പേ അവനെ എൻ്റെ മനക്കണ്ണിൽ കണ്ടിരുന്നു. അവനുമായി ഞാൻ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെയും ഞാൻ അവനെയും ആലിംഗനം ചെയ്തിട്ടുണ്ട്. മൂഢന്മാരെ, അവൻ ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് ഞങ്ങളുടെ പ്രണയം. അതിനും മുമ്പേ തുടങ്ങിയതാണ് ഞങ്ങളുടെ പ്രണയം. അതുകൊണ്ട് എൻ്റെ ഭർത്താവും എൻ്റെ കാമുകനും എൻ്റെ സർവസ്വവും കൃഷ്ണൻ തന്നെയാണ്. നിങ്ങളൊരാളെ ചൂണ്ടിക്കാട്ടി ഇതാ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ രാധയ്ക്കും മനസ്സില്ല. പൊട്ടിത്തെറിക്കുകയാണ് രാധാറാണി. ആ അർത്ഥത്തിൽ ഞാൻ പതിവ്രതയാണ്, പതിവ്രതയാണ്. അഗ്നി കൂട്ടു, അഗ്നി കൂട്ടു. അഗ്നിയിൽ ചാടി രാധ തന്റെ പാതിവൃത്യം തെളിയിക്കാം. നോക്കൂ, കൃഷ്ണനെ അല്ലാതെ ഒരു പുരുഷനെ ഉടൽ കൊണ്ടോ മനസ്സുകൊണ്ടോ ഞാൻ തൊട്ടിട്ടില്ല. ഒരു പുരുഷനും എൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ടില്ല. കൃഷ്ണനല്ലാതെ ഒരു പുരുഷൻ എൻ്റെ നഖത്തിൽ പോലും തൊട്ടിട്ടില്ല. ഇങ്ങനെ പറയാൻ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കഴിയും? ഇവിടെ ഇരിക്കുന്ന എത്ര സ്ത്രീകൾക്ക് പറയാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ പോലും മറ്റൊരു പുരുഷൻ കടന്നു വന്നിട്ടില്ല എന്ന്? ഇവിടെ ഇരിക്കുന്ന എത്ര പുരുഷന്മാർക്ക് പറയാൻ കഴിയും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയും വന്നിട്ടില്ല എന്ന് പറയാൻ? അഗ്നി കൂട്ടാം, നമുക്കൊന്നിച്ചു ചാടാം. പാതിവൃത്യമുള്ളവര്, അതുപോലെ ഒരു സ്ത്രീയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചവരെ അഗ്നി വിഴുങ്ങത്തില്ല. ഹേ, എന്നെ വിചാരണ ചെയ്യാൻ നിൽക്കുന്ന ഗ്രാമമുഖ്യ, ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ താങ്കൾക്ക്? സ്ത്രീക്കു മാത്രമല്ല പാതിവൃത്യം, പുരുഷനുമുണ്ട്. അത് തെളിയിക്കാൻ തയ്യാറാണോ? അല്ലാതെ പുരുഷൻ എങ്ങനെയും നടക്കാം, സ്ത്രീ മാത്രം നിങ്ങൾക്ക് അധീനയാകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല, നടക്കില്ല. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? വെല്ലുവിളിയായിരുന്നു. പിന്നെ രാധാറാണി പറഞ്ഞു, പിന്നെ നിങ്ങൾ പറഞ്ഞത് 13 വയസ്സിന്റെ കുറവെന്ന്. കഷ്ടം, നാണമില്ലേ പറയാൻ? നാണമില്ലേ പറയാനായിട്ട്? ഒരു സ്ത്രീയേക്കാൾ ഇളയതാണ് പുരുഷൻ. ഏതെങ്കിലും ഒരു സ്ത്രീ തന്നേക്കാൾ ഇളയതാണ് പുരുഷൻ, അതുകൊണ്ട് അവനെ പ്രണയിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ എന്നേക്കാളും ഒരുപാട് മൂത്തതാണ് പെണ്ണ്, അല്ലെങ്കിൽ ഒരുപാട് ഇളയതാണ് പെണ്ണ്, അതുകൊണ്ട് ഞാൻ പ്രേമിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ, നാണമില്ലേ? ശരീരത്തിന്റെ പ്രായം കണക്കാക്കി ആത്മാവിനെ മറക്കുന്നവൻ മൂഢനാണെന്ന് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ കൃഷ്ണനാണ്.
നിങ്ങളുടെ കൃഷ്ണനാണ് എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, രാധേ, ഞാൻ ശരീരമാണെന്ന് കരുതുന്നവർക്ക് മാത്രമേ നിനക്കിത്ര വയസ്സ്, എനിക്കിത്ര വയസ്സ്, സ്ത്രീയേക്കാൾ ഒരുപാട് ഇളയതായി പോയി പുരുഷൻ, അതുകൊണ്ട് വേണ്ട. അല്ലെങ്കിൽ പുരുഷനേക്കാൾ ഒരുപാട് മൂത്തതായി പോയി, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നവൻ ആത്മാവിനെ അറിയുന്നവനല്ല എന്ന് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ദൈവമാണ്. അപ്പോൾ ശരീരബന്ധത്തിനാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൽപ്പിക്കുന്നത്. കൃഷ്ണൻ എന്നോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു പുരുഷൻ പറയുകയാണ് ഇവൾ എന്നേക്കാൾ 10-20 വയസ്സിന് താഴെയാണ്, അല്ലെങ്കിൽ ഇവൾ എന്നേക്കാൾ 10-20 വയസ്സിന് മുകളിലാണ്. ഒരു സ്ത്രീ പറയുകയാണ് ഇയാൾ എന്നേക്കാൾ 5 വയസ്സിന് അല്ലെങ്കിൽ 10 വയസ്സിന് അല്ലെങ്കിൽ 20 വയസ്സിന് ഇളയതായതുകൊണ്ട് ഞാൻ പ്രണയിക്കുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾ എന്നേക്കാൾ 10 വയസ്സിന് 20 വയസ്സിന് അല്ലെങ്കിൽ 30 വയസ്സിന് മൂപ്പുള്ളത് കൊണ്ട് ഞാൻ പ്രണയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ശരീരബന്ധം ആഗ്രഹിക്കുന്നു, പ്രണയമല്ല. നല്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ സെക്സ് ആഗ്രഹിക്കുന്നവരും മാത്രമേ അങ്ങനെ പറയുകയുള്ളൂ. രാധാറാണി അവിടെ ഉപയോഗിച്ച വാക്ക് ശരീരബന്ധം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സെക്സ് അത് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ എന്ന് എന്നോട് പറഞ്ഞു തന്നതേ നിങ്ങൾ ദൈവമെന്ന് വാഴ്ത്തുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്നോട് പറഞ്ഞു, രാധേ, ശരീരത്തിന്റെ വലിപ്പ ചെറുപ്പം നോക്കിയല്ല നമ്മൾ സ്നേഹിക്കുന്നത്. കാരണം നമ്മുടെ ബന്ധം ഒരിക്കലും ഒരു സാധാരണ ശരീരബന്ധമല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞത് നമ്മുടെ ബന്ധം രാധേ സെക്സ് അല്ല, അത് 2 ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമാണ്. എന്നിട്ട് കൃഷ്ണൻ എന്നോട് ഒരു കാര്യവും കൂടെ പറഞ്ഞു, രാധേ, 100 വയസ്സുള്ളവനും 1 വയസ്സുള്ളവനും അവന്റെ 2ന്റെയും ആത്മാവിന് ഒരേ പ്രായമാണെന്നറിയുക. അതുകൊണ്ട് തന്നെ 100 വയസ്സുള്ളവനാണോ 1 വയസ്സുള്ളവനാണോ മൂത്തത് ഇളയതെന്ന് ചോദിച്ചാൽ 2 പേരും ഒരേ പ്രായക്കാരാണെന്ന് പറയേണ്ടി വരും. രാധേ, അവൻ എനിക്ക് പറഞ്ഞു തന്ന വേദാന്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ആരാണ്? കൃഷ്ണൻ എന്നോട് പറഞ്ഞതാണ്. യമുനയുടെ തീരത്ത് കടമ്പ് വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവന്റെ ഓടക്കുഴൽ വായന കേട്ട് മതിമറന്ന് അവന്റെ തോളിൽ ഇങ്ങനെ എന്റെ ശിരസ് വെച്ച് കിടന്നപ്പോൾ അവൻ ഒരു കൈ കൊണ്ട് എന്നെ ചേർത്ത് വെച്ച് മയിൽപീലി കൊണ്ട് എന്നെ ഒഴിഞ്ഞിട്ട് പറഞ്ഞു, രാധേ, പുരുഷന് പ്രായക്കൂടുതൽ വേണം, സ്ത്രീ എപ്പോഴും ഇളയതാകണം. പുരുഷനേക്കാൾ ഒരിക്കലും പുരുഷൻ സ്ത്രീയേക്കാൾ ഇളയതാകരുതെന്ന് പറയുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? രാധാറാണി ആകട്ടെ ഒന്നും പറയാതെ വീണ്ടും കൃഷ്ണനെ അണച്ചു വെച്ചു. നോക്കൂ, സ്ത്രീ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവൾക്ക് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ ഒരു 10 വയസ്സ് അധികം തോന്നും, അവൾക്ക് പ്രായ കൂടുതൽ തോന്നും. അപ്പൊ ശരിക്കും 30 വയസ്സുള്ളൊരു പെണ്ണിന് 40 വയസ്സിന്റെ പകുതിയാകും. കാരണം അവളാണ് പ്രസവിച്ചത്, അവളാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ പിന്നെ പുരുഷൻ എന്ത് ചെയ്യുന്നില്ല? ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു താല്പര്യം വരുന്നില്ല. അവൻ എപ്പോഴും സ്ത്രീ എന്ന് പറയുന്നത്, സ്ത്രീക്ക് പുരുഷൻ എന്ന് പറയുന്നത് ശരീരബന്ധത്തിനുള്ള ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് അവനൊരു നിയമം വെച്ചു, പുരുഷൻ പ്രായ കൂടുതലുള്ളതായിരിക്കണം, പുരുഷനേക്കാൾ ഇളയതായിരിക്കണം സ്ത്രീ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവന് 40 വയസ്സാകുമ്പോൾ 30 വയസ്സുള്ള അവന്റെ ഭാര്യയ്ക്ക് 30 വയസ്സേ കാണത്തുള്ളൂ. അവക്ക് പ്രസവിച്ച് പ്രായ കൂടുതൽ വന്നാലും 10-37 വയസ്സേ വരൂ. ഇത്രയും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. കൃഷ്ണൻ ആ ഒറ്റ വരിയിലാണ് അവിടെ നിന്നത്. അതിനു വേണ്ടി മാത്രമാണ് പറയുന്നത്, ഒരു കാരണവശാലും സ്ത്രീ പുരുഷനേക്കാൾ പുരുഷൻ സ്ത്രീയേക്കാൾ ഇളയതാകരുതെന്ന്. കാരണം പുരുഷൻ ഇളയതാണ്, സ്ത്രീ 5 വയസ്സിന് മൂപ്പാണ്. കുറച്ച് കഴിയുമ്പോൾ അവള് പ്രസവിക്കുമ്പം പിന്നെയും അങ്ങ് പ്രായ കൂടുതൽ വരും. അപ്പൊ ശരീരബന്ധത്തിന് പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ വിശദമാക്കി തന്നു. കൃഷ്ണൻ അത് ഒരു വരിയിൽ പറഞ്ഞു. പുരുഷന് പ്രായ കൂടുതൽ വേണമെന്ന് പറയുന്നത് സ്ത്രീ
കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി കഷ്ടപ്പെടുമ്പോൾ പ്രായ കൂടുതൽ വരും, അപ്പൊ അവന് ശരീരബന്ധത്തിന് താല്പര്യം വരില്ല. ഇത്ര മാത്രമാണ് കൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് രാധയെ നമ്മുടെ ബന്ധം ശരീരത്തിന് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് നീ എന്നേക്കാൾ എത്ര മൂത്തതെന്ന് ഒരിക്കലും മനസ്സിൽ ചിന്തിക്കരുത് രാധേ. ഞാനും നീയും ഏത് തന്നെയാണ്? ഒന്ന് തന്നെയാണ് രാധേ, ഒന്ന് തന്നെയാണ് രാധേ എന്ന് പറഞ്ഞു. അതെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങളുടേത് ശരീരബന്ധമല്ല, ഞങ്ങളുടേത് ഏതാണ്? ആത്മരതിയാണ് ഞങ്ങളുടേത്. അതെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ രാധാറാണി പറഞ്ഞത് ഞാനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെ സെക്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതെ, ഓർമ്മിക്കുക, ഓർമ്മിക്കുക, പുരുഷൻ സ്ത്രീയേക്കാൾ ഒരുപാട് ഇളയതാണെങ്കിൽ അവര് തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഏതാകുന്നു? ആത്മരതിയാകുന്നു. നോക്കൂ, 70 വയസ്സുള്ള ഒരു പുരുഷനും 30 വയസ്സുള്ള ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുമെങ്കിൽ അത് ശരീരാകർഷണത്തിൽ വന്നതല്ല, അത് ആത്മരതിയാകുന്നു. 70 വയസ്സുള്ള ഒരു സ്ത്രീ 20 വയസ്സുള്ള പുരുഷനുമായി ബന്ധപ്പെടുന്നു എങ്കിൽ ശരീരത്തെ ആഗ്രഹിക്കുന്ന വൃത്തികെട്ട സെക്സ് മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ പറയും, ഒന്നുമില്ലെങ്കിലും ആ പ്രായം ഒന്ന് നോക്കണ്ടേ. പ്രായം നോക്കുക എന്ന് പറഞ്ഞാൽ ശരീരം നോക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ അത് വൃത്തികെട്ടതാണ്. 70 വയസ്സുള്ള സ്ത്രീ 30-40 വയസ്സുള്ള പുരുഷനുമായി അടുക്കുന്നെങ്കിൽ അത് പ്രണയമാണ്, ശരീരത്തിനപ്പുറമുള്ള പ്രണയമാണത്. ഇപ്പൊ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇനി വീണ്ടും രാധാറാണി ഒന്നുകൂടി ആ ഗ്രാമമുഖ്യന്റെ അടുക്കലേക്ക് നീങ്ങി. എന്നിട്ട് രാധാറാണി പറഞ്ഞു, ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുന്നു ഞാനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം നിയമവിരുദ്ധമാണെന്ന്. കൃഷ്ണൻ എല്ലാം തികഞ്ഞ പുരുഷനായിട്ടും ഞാനും കൃഷ്ണനും തമ്മിൽ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടെന്ന്. ഹേ ഗ്രാമമുഖ്യ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ തെറ്റുകാരല്ലേ? കൃഷ്ണൻ പക്വത എത്തിയിട്ടും എന്നോടൊത്ത് രതിലീലയ്ക്കും തയ്യാറായെങ്കിൽ കൃഷ്ണനും തെറ്റുകാരനല്ലേ? സ്ത്രീ മാത്രം എങ്ങനെയാണ് തെറ്റുകാരിയാകുന്നത്? അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ വിളിച്ചു വരുത്തണ്ടേ? വൃന്ദാവനത്തിലെ നിയമം അനുസരിച്ചും പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ചു വിളിച്ചു വരുത്തണമെന്നല്ലേ? ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ദ്വാരകാധീശനെ വിളിച്ചു വരുത്താൻ വൃന്ദാവനത്തിലെ പൗരമുഖ്യന്മാർക്ക് ധൈര്യമുണ്ടോ? സഭ ശ്വാസമടക്കി നിൽക്കുകയാണ്, സഭ ശ്വാസമടക്കി നിൽക്കുകയാണ്. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. രാധാറാണി കത്തിക്കയറുകയാണ്. നോക്കൂ, ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് പുരുഷനും സ്ത്രീയുമാണ്. പിന്നെ നിങ്ങൾ സ്ത്രീയെ മാത്രം എന്തിന് വിചാരണ ചെയ്യുന്നു? ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ കൃഷ്ണനെയും വിളിക്കണം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ദൈവത്തെ വിളിച്ചു വരുത്തി വിചാരണ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു നിമിഷം എല്ലാവരും പകച്ചു. അപ്പൊ രാധാറാണി പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ധൈര്യമില്ല. കൃഷ്ണനെ വിളിച്ചു വരുത്താനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ മുന്നിലേക്ക് എന്നെ വിളിച്ചു വരുത്തി വിചാരണ എന്ന പേരിൽ അപമാനിച്ചതിന് നിങ്ങൾ രാധയോട് മാപ്പ് പറയണം. ഈ നിൽക്കുന്ന രാധയോട് മാപ്പ് പറയണം. തയ്യാറാണോ? 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 ആ ചോദ്യം വൃന്ദാവനം മുഴുവൻ മാറ്റൊലിക്കൊണ്ടു. അയൻ പൊട്ടിത്തെറിച്ച് അയൻ പറഞ്ഞു, ഇവളുടെ തന്ത്രത്തിൽ വീടരുത്, ഇവള് നമ്മളെ വഞ്ചിക്കുകയാണ്. അപ്പൊ ദൈവമ പറഞ്ഞു, രാധ പറഞ്ഞത് ശരിയല്ലേ? കൃഷ്ണനും തെറ്റുകാരനല്ലേ? വൃന്ദാവനത്തിലെ നിയമം അനുസരിച്ച് പുരുഷനെയും സ്ത്രീയെയും വിളിച്ചു വരുത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ ദ്വാരകാധീശനായ കൃഷ്ണനെയും വിളിച്ചു വരുത്തുക തന്നെ ചെയ്യണം. അപ്പോൾ ഗ്രാമമുഖ്യൻ പറഞ്ഞു, അതസാധ്യം. കാരണം ഇന്ന് കൃഷ്ണൻ പഴയ ബാലനല്ല, ഇന്ന് ചക്രവർത്തിയാണ്. ചക്രവർത്തിയെ വിളിച്ചു വരുത്തുന്നതിന് ഈ ഗ്രാമമുഖ്യനായ എനിക്ക് അധികാരമില്ല. രാധാറാണി ആർത്തു ചിരിച്ചു. കൊള്ളാം, കൊള്ളാം. ചക്രവർത്തിക്ക് ഒരു നീതി, പ്രജയ്ക്ക് മറ്റൊരു നീതി. രാജ്യത്തെങ്ങനെ ധർമ്മം പുലരും?
ധർമ്മം പുലരണമെങ്കിൽ രണ്ടുപേർക്കും ഒരേ നീതിയാണ് വേണ്ടത്, അല്ലേ ഗ്രാമമുഖ്യ? അപ്പോൾ ഗ്രാമമുഖ്യൻ പറഞ്ഞു, ദേ നോക്കൂ, എനിക്കൊരിക്കലും ചക്രവർത്തിയെ വിളിച്ചു വരുത്താൻ പറ്റില്ല. ഞാൻ ഒടുവിലായി നിന്നോട് ചോദിക്കുന്നു, നീ ഇതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ രാധാറാണി ഒന്നുകൂടി ഗ്രാമമുഖ്യന്റെ അടുക്കലേക്ക് നീങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല ഗ്രാമമുഖ്യ, പശ്ചാത്തപിക്കുന്നില്ല. ഇപ്പോൾ മാത്രമല്ല, 100 വർഷം കഴിഞ്ഞാലും പശ്ചാത്തപിക്കാൻ ഈ രാധ തയ്യാറല്ല. രാധയ്ക്ക് മനസ്സില്ല. കാരണം തെറ്റ് ചെയ്തവരാണ് പശ്ചാത്തപിക്കുന്നത്. ഞാൻ പശ്ചാത്തപിക്കുന്നില്ല എന്ന് മാത്രമല്ല, അഭിമാനിക്കുന്നു. ഈ ബന്ധത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. അയൻ പല്ലിറുമി, അവൻ കൈകൾ കൂട്ടിത്തിരുമി. നോക്കൂ, അവളുടെ ധിക്കാരം നോക്കൂ. ഇവൾ ഒരു കാരണവശാലും ദയ അർഹിക്കുന്നില്ല. ഇവളെ വെറുതെ വിടരുത്. ഇവളെ വെറുതെ വിട്ടാൽ യദുകുലം ഇല്ലാതായി മാറും, അത് നശിച്ചു പോകും. അപ്പൊ രാധാറാണി പറഞ്ഞു, അയൻ ഗോപ, ഞാൻ നിന്നെ കാണുന്നതിന് മുമ്പേ, വളരെ വളരെ മുമ്പേ മറ്റൊരാളുടേതായിരുന്നു. നിന്റെ സ്നേഹം തേടി ഞാൻ ഒരിക്കലും വന്നിട്ടില്ല. മറ്റൊരു പുരുഷനുള്ളതാണ് രാധ എന്നറിഞ്ഞിട്ടും എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ച നീ തെറ്റുകാരനല്ലേ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, ഞാൻ കൃഷ്ണൻ്റെതാണ്, എൻ്റെ ശരീരവും മനസ്സും കൃഷ്ണന് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ടും ബലമായി ഒരു പെണ്ണിൻ്റെ മനസ്സും ശരീരവും കീഴടക്കാൻ ശ്രമിച്ച നീ തെറ്റുകാരനല്ലേ? അയൻ ഗോപ, നിന്നെ വിചാരണ ചെയ്യണ്ടേ? കൃഷ്ണനും എനിക്കും ഒരേ പ്രായമാണ്. അതിവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രായവ്യത്യാസം തോന്നുന്നു, അത് ശരീരത്തിനാണ്. എൻ്റെ കൃഷ്ണനും എനിക്കും, ഞങ്ങളുടെ ആത്മാക്കൾക്ക് ഒരേ പ്രായമാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ രാധാറാണി, വൃഷഭാനുവിന്റെ മകൾ രാധാറാണി, ഞാൻ കൃഷ്ണന്റെ ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ കൃഷ്ണന്റെ ഭാര്യയല്ല, കാമുകിയല്ല, അമ്മയല്ല, അനുജത്തിയല്ല, കൂട്ടുകാരിയല്ല, പുത്രിയല്ല, ഭാര്യയല്ല, ചേച്ചിയല്ല. പക്ഷേ ഞാൻ അവന്റെ ഭാര്യയാണ്, അമ്മയാണ്, അമ്മമ്മയാണ്, കൃഷ്ണന്റെ അനുജത്തിയാണ്, ചേച്ചിയാണ്, കൂട്ടുകാരിയാണ്, പുത്രിയാണ്, കൂട്ടുകാരനാണ്, പിതാവാണ്, സഹോദരനാണ്, സർവസ്വവുമാണ്. ഞാൻ തന്നെയാണ് അവന്റെ ശരീരം, ഞാൻ തന്നെയാണ് അവന്റെ ആത്മാവ്. അവൻ തന്നെയാണ് എൻ്റെ ശരീരം, അവൻ തന്നെയാണ് എൻ്റെ ആത്മാവ്. ഞാനാണ് രാധ. നിങ്ങൾ അറിയുക, ഞാനാണ് രാധ, ഞാൻ തന്നെയാണ് കൃഷ്ണൻ, ഞാൻ തന്നെയാണ് രാധാകൃഷ്ണൻ. ഒരു നിമിഷം അസാമാന്യമായ ഒരു അഗ്നി വലയം അവിടെ വന്നു മൂടി. അതിമനോഹരമായ ഒരു ഓടക്കുഴൽ നാദം മുഴങ്ങി. ആ പ്രഭാവലയത്തിനുള്ളിൽ അവിടെ നിന്നവരെല്ലാം കാണുകയാണ് രാധാകൃഷ്ണന്മാരെ, ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രാധാകൃഷ്ണന്മാരെ ആ അഗ്നി വലയത്തിനുള്ളിൽ കാണുകയാണ്. വീണ്ടും വാക്കുകൾ, രാധാജിയുടെ വാക്കുകൾ മുഴങ്ങുകയാണ്. ഞാനാണ് രാധ, ഞാൻ രാധയാണ്, ഞാൻ തന്നെയാണ് കൃഷ്ണൻ, ഞാൻ തന്നെയാണ് രാധാകൃഷ്ണനും. പെട്ടെന്ന് ആ വലയം അപ്രത്യക്ഷമായി. ആ നിമിഷം തന്നെ അവിടെ കൂടിയിരിക്കുന്നവരെ മായ പിടികൂടി. അപ്പോൾ ഗ്രാമമുഖ്യൻ പറഞ്ഞു, രാധേ, നിന്റെ മറുപടി അഹങ്കാരം, ധിക്കാരം നിറഞ്ഞതായിരുന്നു. യാതൊരു ലജ്ജയുമില്ലാതെ നീ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. നീ ചെയ്തിട്ടുള്ള തെറ്റുകൾ വൃന്ദാവനത്തിന്റെ നിയമത്തിന് എതിരാണ്. അതുകൊണ്ട് നീ യാതൊരുവിധ ദയയും അർഹിക്കുന്നില്ല. ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, പശ്ചാത്തപിക്കാൻ തയ്യാറുണ്ടോ? രാധാറാണി പറഞ്ഞു, ഇല്ല ഗ്രാമമുഖ്യ, തെറ്റു ചെയ്തവരാണ് പശ്ചാത്തപിക്കേണ്ടത്. തെറ്റു ചെയ്യാത്ത ഞാൻ എന്തിനാണ് പശ്ചാത്തപിക്കുന്നത്? പശ്ചാത്തപിക്കുന്നില്ല.
നിങ്ങളുടെ ദയ എനിക്ക് ആവശ്യവുമില്ല ഗ്രാമമുഖ്യ. അപ്പോൾ ഗ്രാമമുഖ്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിതാ നിന്റെ ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. സദസ് കാതു കൂർപ്പിച്ചു നിന്നു, അയൻ കാതു കൂർപ്പിച്ചു നിന്നു, ദൈവ കാതു കൂർപ്പിച്ചു നിന്നു. പ്രപഞ്ചം മുഴുവനും നിശ്ചലമായി ഇരിക്കുകയാണ്. യമുന കാതു കൂർപ്പിച്ചു, ഓരോ വൃക്ഷങ്ങളും കാതു കൂർപ്പിച്ചു, കടമ്പ് വൃക്ഷം കാതു കൂർപ്പിച്ചു. അതിലെ ആ വനത്തിലെ സകല മൃഗങ്ങളും നിശ്ചലരായി നിന്നു. അതേ വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. രാധാറാണിയുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഗ്രാമമുഖ്യൻ. ഗ്രാമമുഖ്യൻ ആ വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്താണത്? കാത്തിരിക്കൂ, കാത്തിരിക്കൂ. അടുത്ത ചൊവ്വാഴ്ച രാധാറാണി ആയുരാരോഗ്യ സൗഖ്യം തന്നാൽ വരും ഞാൻ, വന്നിരിക്കും ഞാൻ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.